ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ നോക്കാം. അതനുസരിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എന്ത് മാറ്റങ്ങളാണ് അവരിലൂടെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്, ഇതാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ഗൈഡൻസും നല്ല ഒരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് പറയുക. ആ ഒരു രീതിയിൽ എനർജിയെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Wheel of Fortune, Two of Coins, Four of Swords, Knight of Swords, Six of Cups, Seven of Wands, Six of Swords, Six of Coins, Queen of Wands, Queen of Swords, Five of Coins, Five of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ആദ്യമേ തന്നെ ഇവിടെ നോക്കിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ബന്ധം വളരെ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ട് മാറി നിൽക്കുകയായിരിക്കും. എന്ന് വെച്ച് സൈലന്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുത്തു, ഇനിയും ഇവരുടെ പുറകെ ചേസ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ബെഗ് ചെയ്ത് പോകാനോ ഒന്നും പറ്റില്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ സൈലന്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് ഒരു ഡിപ്രഷൻ അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത്, നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടു ഓഫ് കോയിൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുതരം ആടി ഉലയുന്ന സ്റ്റേജ് ആണ്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ആടി ഉലഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോയിരുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. വളരെ സ്ട്രെങ്ത് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ആ ഒരു നൊസ്റ്റാൾജിയ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ട് വ്യക്തികളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പഴയ കാലത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ആ ഒരു പഴയ രീതിയിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടെങ്കിലും അവരൊരു ചാഞ്ചാട്ടമാണ് മനസ്സിൽ. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. പെട്ടെന്നായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സഡൻ ആയിട്ട് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കിടയിൽ ഈ ഒരു ഗ്യാപ്പ്, ഇവര് മാറിപ്പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സഡൻ ആയിട്ടായിരിക്കും സംഭവിച്ചിരിക്കുക. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ലോ എനർജിയിലാണ് നിൽക്കുന്നത്. കാര്യമായ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കാര്യമായി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കിട്ടുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡ് കാണിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ എനർജിയിൽ വന്നിട്ടുണ്ട്. ഈഗോ വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. സ്ട്രഗിളിങ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയാണ് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു പേഴ്സന്റെ എനർജിയിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാത്തൊരവസ്ഥയും കുറച്ചൊരു ഈഗോ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനുമാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. 3 of Wands, 5 of Wands, 3 of Swords, 9 of Swords, 2 of Swords,
2 of wands, 4 of wands, 6 of wands, king of wands, king of swords, 10 of cups, world energy, 10 of swords, ace of wands, page of cups, temperance, queen of wands, empress. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പ്രെഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയായിരുന്നു. സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഇമോഷൻസ് ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാതെ ഒരു ഈഗോ ഒക്കെ വെച്ച് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു രീതിയിലാണ്. എന്നാൽ സിറ്റുവേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പോ നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ എന്തെങ്കിലും രീതിയിൽ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ബേസ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിന്തിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ, അത് ഇങ്ങനെ തന്നെയൊക്കെ മുന്നോട്ടേക്ക് പോയാൽ മതി എന്നൊരു മെന്റാലിറ്റി ആണോ? അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് എന്തായാലും വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ എത്രത്തോളം ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ വളരെ ആത്മാർത്ഥമായ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലൊരു സ്നേഹം എന്തായാലും ഇവരുടെ ഉള്ളിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കിയപ്പോൾ ആ ഒരു പഴയ കാലങ്ങളൊക്കെ രണ്ട് വ്യക്തികളിലും ഓർക്കുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാലങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊക്കെ ഇവർക്ക് മനസ്സിലുണ്ട്. ഇവിടെ ജസ്റ്റിസും ജഡ്ജ്മെന്റും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറണമെന്നും ന്യായമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകണം, അതിന് എല്ലാ രീതിക്കും നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവര് മനഃപൂർവ്വം തന്നെയാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഇവർക്ക് എഫേർട്ട് എടുത്ത് വരാമായിരുന്ന സിറ്റുവേഷൻ ആയിട്ടും ഇതുവരെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഇത്രത്തോളം മിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ മനസ്സിൽ ആ ഒരു ചിന്തകൾക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടിരുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചെറിയ രീതിക്ക് ഒരു അനക്കങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ സ്വയമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വേണം, ഒരു സക്സസ് ആയിട്ടൊക്കെ ഇത് കൊണ്ടുവരണം എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന സാഹചര്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും, നിങ്ങൾ ഈ ഒരു സമയത്ത് എത്രത്തോളം വേദനിച്ച് നിൽക്കുന്നവരാണോ അത്രത്തോളം നിങ്ങളുടെ person വേദനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവർ ഒട്ടും വേദനിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ല. ഇവർ വളരെ കഠിനമായിട്ടുള്ള രീതിയിൽ ഒരു സ്വാർത്ഥമായ ചിന്തയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ ഉള്ളിന്റെ ഉള്ള് കൊണ്ടിട്ട് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവർ വേദനിക്കുന്നുണ്ട്. ഇവരായിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അതിൽ അവർക്ക് കുറ്റബോധമുണ്ട്, സ്വയം നീറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തി ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഇവർക്ക് ചിലപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള വ്യക്തികളുടെ എനർജി. അത് ചിലപ്പോൾ ഇവർക്ക് സാഹചര്യം കൊണ്ടിട്ട് മാറ്റി ഒട്ടും നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. ഇവിടെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചീറ്റിംഗ് എനർജി നമുക്ക് വന്നിട്ടില്ല. ഈഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു പോയ വ്യക്തികളല്ല, ചില സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളെ വേദനിപ്പിച്ചു പോയവരുടെ എനർജി, അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കായിരിക്കും ഇത് റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർക്ക് ഒത്തിരി സാഹചര്യങ്ങൾ തടസ്സമായിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുപോകാൻ. പക്ഷേ ഇവർക്ക് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാമായിരുന്നു. അത് അവരുടെ സ്വാർത്ഥമായ ചിന്താഗതിയാണ്. എന്നുവെച്ചാൽ അവരവരുടെ സേഫ് സോണിലേക്ക് മാറി നിന്ന ഒരവസ്ഥ. എന്നാൽ എത്രത്തോളം സേഫ് സോണിലേക്ക് മാറി എന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളോടും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു സിറ്റുവേഷനെ ഒരു ചേഞ്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ കണ്ണടച്ച് തീരുമാനം എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ, ആ ഒരു സാഹചര്യത്തിൽ കണ്ണടച്ച് തന്നെ തീരുമാനം എടുക്കണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി തീരുമാനം എടുക്കാൻ നിൽക്കുവാണെങ്കിൽ എങ്ങുമൊന്നും എത്തില്ല, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലും റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യമല്ല മറ്റൊരു കാര്യത്തിലും വിജയം ഉണ്ടാവില്ല. അത് തിരിച്ചറിയുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഒരു തിങ്കിങ് സ്റ്റേജിലേക്ക് മാറിയിരിക്കുകയാണ്.
ആലോചന അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് അവർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, എവിടെ നിന്നാണോ നിങ്ങളെ ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നത്, അതേ സ്ഥലത്തേക്ക് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് തന്നെ വരണം. അതിൽ ഇനിയിപ്പോ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ വരികയാണെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് താൻ തയ്യാറാണ്, ബുദ്ധിപൂർവ്വം തയ്യാറാണ്. നിങ്ങൾക്കൊരു നീതിയും ന്യായവും എല്ലാം നിങ്ങളുടെ ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആ ഒരു സത്യസന്ധമായ രീതിയിൽ തന്നെ ഒരു നിലനിൽപ്പോടു കൂടി ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം. അതിനുവേണ്ടി ഇവരൊരു കാര്യമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഏത് സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണോ, ഇപ്പൊ സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ നിങ്ങളിൽ നിന്ന് മാറി നിന്നത്, ആ ഒരു സാഹചര്യത്തില് ഇവർക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അവിടെ അത്ര ഹാപ്പിനെസ് നേരിട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തില് അവര് സ്വയം ചിന്തിച്ചിരിക്കുന്ന കാര്യം, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടും എനിക്കിവിടെ എന്റേതായ സന്തോഷങ്ങൾ ലഭിക്കുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു. എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിയെയും ഞാൻ മാറ്റി നിർത്തി. എന്നിട്ടും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഞാൻ എന്റെ ലൈഫിനെ ഇങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി ജീവിക്കണം? അങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇവർക്ക് കുറ്റബോധം വന്നു തോന്നിയിരിക്കുന്ന സമയമാണിത്. ഒരുപാട് നെഗറ്റീവ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും അവരുടെ ഒരു ഹോപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരത് തിരിച്ചറിയാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തെ ഇനിയും പാഴാക്കി കളയാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനങ്ങൾ കൊണ്ടുവരണം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫാമിലി ലൈഫ് ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചിലവരുടെ കേസിൽ നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്ത വ്യക്തികളായിരിക്കാം, ഒരുമിച്ച് ജീവിക്കാനായിട്ട്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇവർ മറ്റെന്തെങ്കിലുമൊക്കെ സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണെങ്കിൽ ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ എന്നുള്ള മൈൻഡിലാണ് അവരുടെ മനസ്സ് നിൽക്കുന്നത്. കാരണം അവർക്കൊരു സമാധാനം വേണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഹാപ്പിനെസ് അവർക്ക് വേണം. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലൂടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന വാണ്ട് എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ നോക്കി കാണുന്നത്. പാഷനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഗ്നി പോലെ, എന്ന് വെച്ചാൽ അവരുടെ സിരകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹൃദയത്തിൽ അത്രത്തോളം ഒരു ഡെപ്ത് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ വന്നാലും നിങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അവർ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ മറക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ എനർജിയിൽ നിന്ന് പൂർണ്ണമായും നിങ്ങളെ മാറ്റാനായിട്ട്, തുടച്ചു നീക്കാൻ പറ്റില്ല എന്നുള്ളത് അവര് തന്നെ ഇപ്പൊ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പേഴ്സണില് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഹീലിംഗ് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റോ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർ എഫേർട്ട് എടുത്തിട്ട് ഒരു തുറന്ന സംസാരം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുക, എക്സ്പ്രസ് ചെയ്യുക. ഇതുവരെ അവർ എക്സ്പ്രസ് ചെയ്യാതെ അവരുടെ ഇമോഷൻസിനെയൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അത് അങ്ങനെ വേണ്ട, അതെല്ലാം പൂർണ്ണമായിട്ടും പുറത്തേക്ക് പ്രകടിപ്പിക്കണം. കാരണം ചില സാഹചര്യങ്ങളിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്താലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇനിയെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായ ഒരു വേദന അനുഭവിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലും 3 of Swords ആണെങ്കിലും 10 of Swords ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വേദനകളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഒരു പ്രകാശം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചുറ്റിനും ഇപ്പൊ എന്തൊക്കെ സാഹചര്യങ്ങളാണോ ഉള്ളത് ആ ഒരു സാഹചര്യങ്ങളിലേക്കെല്ലാം നോക്കുമ്പോഴും അവർക്ക് പെയിൻ മാത്രമേ ഉള്ളൂ, ഹാപ്പിനെസ് ലഭിക്കുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളുടെ ഓർമ്മകൾ ഇവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന അത്രയും ഒരു കെയറിങ് ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു കെയറിങ്, സപ്പോർട്ട് എല്ലാം നിങ്ങൾ ഇവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത്രത്തോളം ഒരു മെന്റൽ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇവർക്ക് ഈ ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ അതനുസരിച്ച് ഇവരുടെ കൂടെ നിന്നിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അതൊന്നും ഇവർ ആ ഒരു സമയത്ത് വലിയ കാര്യമായിട്ട് ഗൗനിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അവർ അതൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഭയങ്കര തീവ്രമായ ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിങ്സിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ള രീതിയാണ്. അതുപോലെ അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു യഥാർത്ഥമായ സ്നേഹത്തെ, അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു യഥാർത്ഥമായ സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകാനും നിങ്ങളാണ് അതിന് എല്ലാ രീതിക്കും
അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള തിരിച്ചറിവും ഇവർക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കിങ് ഓഫ് wands ആണെങ്കിലും ക്വീൻ ഓഫ് wands ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് എനർജിയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും അതേ രീതിയിൽ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ ഒരേ കാര്യം ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇവരൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു communication, ഒരു തുറന്ന സംസാരത്തിലൂടെ ഒരു clarity ഒക്കെ വരുത്തിയിട്ട് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നിങ്ങളും തയ്യാറായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും situation ഉള്ള വ്യക്തികളാണെങ്കിൽ. ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇവർ തുറന്നു പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരു mutual understanding ലൂടെ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും ഇപ്പൊ അതേ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ blessing നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെ സംഭവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതൊരു മാറ്റങ്ങളുടെ സമയമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഇവർക്കറിയാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത്ര സ്മൂത്ത് ജേർണി ആയിരിക്കില്ല എന്നുള്ളത്. പക്ഷെ എങ്കിലും അവർ ഈ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ വേണം. പൂർണ്ണമായിട്ടും നിലച്ചുപോയ രീതിയിലേക്കൊക്കെ പോകാനിരുന്ന ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു റീബർത്ത് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് പൂർണ്ണമായും നിലയ്ക്കാത്ത രീതിയിൽ ഒരു കോൺവെർസേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിടയിൽ നടത്തി ഒരു ന്യൂ ബിഗിനിങ് ഇതിൽ കൊണ്ടുവരണം. ഒരു വിജയം ഇതിനകത്ത് വേണം. എല്ലാ രീതിക്കും ഒരു നീതി ഈ റിലേഷൻഷിപ്പിൽ അർഹതപ്പെട്ടതാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ ഇറങ്ങി പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മുഖേന നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വേദന അത് എത്രത്തോളമാണോ അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും അനുഭവിച്ചിട്ടുണ്ട്. കാരണം അവർ നിങ്ങളെ പ്ലാനിങ്ങോട് കൂടി ചീറ്റ് ചെയ്യാൻ വന്ന ഒരു വ്യക്തികളല്ല. ഇവിടെ നമുക്കൊരു ചീറ്റിംഗ് എനർജി എന്തായാലും കിട്ടുന്നില്ല. ഇവർ കുറച്ച് ഈഗോ വർക്ക് ആയിട്ടുണ്ട്. സ്വന്തം കാര്യം നോക്കാം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോവുക എന്നുള്ള രീതിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ വളരെ കോൺഫിഡൻസ് ആയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്. അവർ സ്വയം ചിന്തിക്കുന്നുണ്ട് ഇതിനകത്തൊരു റിന്യൂവൽ വേണം, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ ഇതിൽ നടത്തണം. കാരണം അല്ലെങ്കിൽ താൻ ഇങ്ങനെ സ്വയം ഇപ്പൊ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് ഓരോ നിമിഷവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ സിറ്റുവേഷൻ അവർക്കൊരു ഹാപ്പിനെസ് അല്ല നൽകുന്നത്. അപ്പൊ അവരും ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രോമയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാ ഹോപ്പും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ കളയാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണടച്ച് തീരുമാനം എടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ രീതിക്കും ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടി ചില കാര്യങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു ചിന്തകൾ അവരിൽ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ഫുൾഫിൽമെന്റ് വേണം എന്നൊരു ചിന്ത തന്റെ മനസ്സിൽ തന്നെ സ്വയം ഇപ്പോൾ തോന്നുന്നത്. എല്ലാ രീതിക്കും അവരുടെ ഇന്നർ സോൾ ആ ഒരു രീതിയിൽ അവരോട് ഇപ്പൊ പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. ആ ഒരു വെറുതെ ഡ്രീം അല്ല, ആ ഒരു ഡ്രീം എല്ലാം ലൈഫിലേക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ കൊണ്ടുവരണം. ഒരു സമയം നിങ്ങളിലേക്ക് ഇവർ എങ്ങനെയാണോ സ്നേഹവുമായിട്ട് കടന്നു വന്നത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളിലേക്ക് തന്ന് കടന്നു വരണം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം ആഗ്രഹത്തോടു കൂടി അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എല്ലാ രീതിയിലും സ്വീകരിക്കാനും അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാനും ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു ഹാപ്പിനെസ്, ഒരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യണം. കാരണം ഈ ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് തന്നെ ഇപ്പൊ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവരെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാണ്, അവരെ തന്നെ ആ ഒരു എനർജി ഇൻക്രീസ് ചെയ്യാണ്. ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്, ഒരുപാട് നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വരുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് അവർ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഈ ഒരു സമയം അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് വളരെ പെട്ടെന്ന് ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകണം എന്നവർ ചിന്തിക്കുന്നത്. ചിലപ്പോ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചേഞ്ച്, നിങ്ങളിപ്പോൾ സൈലന്റ് ആയി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ,
ഒരുപാട് ബെഗ് ചെയ്തൊക്കെ പോയിട്ട് നിങ്ങൾ സൈലന്റ് ആയി നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവരിൽ ഭയങ്കരമായിട്ടൊരു അതിശയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവർ ഇത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചു. വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ ചീറ്റിംഗ് അല്ല, നിങ്ങളെ മാറ്റി നിർത്തി, അവോയ്ഡ് ചെയ്ത്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന സാഹചര്യത്തിൽ നിങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചിട്ട് ഇപ്പൊ സൈലന്റ് ആകുന്നുണ്ടല്ലോ എന്നുള്ളത് ഇവരിൽ ഒരു അതിശയോക്തി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് നിങ്ങൾ അടക്കി വെച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങളത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ചിന്തയിൽ. പക്ഷെ ഇവര് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് ഇവരിൽ ഒരു അത്ഭുതം ഉണ്ടാക്കുകയാണ്. അത്രയും പുറകെ നടന്ന വ്യക്തികൾ. അപ്പൊ അങ്ങനെ ആ ഒരു അത്ഭുതം ഉണ്ടാക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഇവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തുറന്ന സംസാരം നിങ്ങൾക്കിടയിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ വീണ്ടെടുക്കാനായിട്ട് തനിക്ക് സ്വയമേ തന്നെ സാധിക്കും എന്നുള്ള തിരിച്ചറിവും, അതുപോലെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ അത് ബിൽഡ് ചെയ്യുക തന്നെ വേണം. നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാ രീതിക്കും അവരിപ്പോൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങളാണ് അവരുടെ വെളിച്ചം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ജേർണിയിലൂടെ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തെ എല്ലാം പൂർണ്ണമായി ലെറ്റ് ഗോ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് അത് വളരെ പ്ലാനിങ്ങോട് കൂടി തയ്യാറെടുത്ത് വളരെ ബുദ്ധിപൂർവ്വം ഒരു സത്യസന്ധമായ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനായിട്ടും തയ്യാറെടുക്കുന്നവരാണ് ഇവര്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതുവരെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരുന്ന നിങ്ങളുടെ വ്യക്തി അതിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അതുപോലെ ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്, വാണ്ട് എനർജി ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അവർ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും, റിസ്ക് എന്ന് പറയാൻ കാരണം സാഹചര്യങ്ങൾ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ്. പക്ഷെ അവരുടെ ഈഗോ ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ അവർക്ക് ഈഗോ ഉണ്ടെങ്കിൽ അവരതിനെ മാറ്റി വെക്കാൻ പോലും തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. എത്രത്തോളം ഈഗോ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വേണം എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് അവരിപ്പോ അതേക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നിങ്ങളെ നേടണം എന്നുള്ള ചിന്തയാണ്. ലൈഫിൽ ഒരു ഹാപ്പിനെസ് വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. അവർക്കും മടുത്തു എന്നുള്ള രീതിക്കാണ്. അവർക്കും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കുറച്ചൊരു മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഏജ് വൈസ് അല്ല ഞാൻ പറയുന്നത്, ചിന്താഗതികളൊക്കെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരുടെ ചിന്തകൾ ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് ഇന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. വിർഗോ, എ എന്നൊരു ലെറ്റർ, 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്, 30 ദിവസം. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു 30 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതകളാണത്. കൊല്ലം എന്നൊരു ജില്ല, മാർച്ച് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ചിലവരുടെ കേസിൽ വിത്തിൻ 3 months കാണിക്കുന്നുണ്ട്. 40 വി എന്നൊരു ലെറ്റർ, മെയ് എന്നൊരു മന്ത്, തിരുവാതിര, മകയിരം, ഫെബ്രുവരി, പാലക്കാട്, തൃക്കേട്ട, 35, ലിയോ, 28, 30, ഒ എന്നൊരു ലെറ്റർ, എറണാകുളം ജില്ല, അക്വേറിയസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ആലപ്പുഴ, സെപ്റ്റംബർ മന്ത്, കോട്ടയം എന്നൊരു ഡിസ്ട്രിക്റ്റ്, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എച്ച് എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.